ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഗ്രി സ്റ്റോക്കുകളെ പറ്റിയിട്ടും ഫെർട്ടിലൈസർ സ്റ്റോക്കുകളെ പറ്റിയിട്ടുമാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഒരു മാർക്കറ്റ് സിനാരിയോയിൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളും അതേ കണക്കിന് അഗ്രി സ്റ്റോക്കുകളൊക്കെ ദിവസവും ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 20%, 15%, 10% ഒക്കെ വെച്ച് ഓരോ സ്റ്റോക്കുകളും അപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് സ്റ്റോക്കാണ് മേടിക്കേണ്ടത്, എവിടെയാണ് നമുക്ക് റിട്ടേൺസിന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു എമർജിങ് തീമായിട്ട് വരാൻ പോകുന്നത് റൂറൽ ഇന്ത്യയാണ്. അപ്പോൾ റൂറലിനെ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ബിസിനസ്സുകൾ, ഫാമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ബിസിനസ്സുകൾ, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ തഴച്ചു വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു തീമിൻ്റെ അകത്ത് ഇത്ര കണ്ടൊരു ബുള്ളിഷ്നെസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കുകൾ ഓരോന്നും പറന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്ടറിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും ഉള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെക്ടർ കണ്ടുപിടിച്ച് വരാൻ നേരത്ത് ആ സെക്ടർ ഓൾറെഡി റണ്ണപ്പ് വന്നിരിക്കും. റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ്. ഓരോ സെക്ടറിൻ്റെ അകത്തും 20%-ൻ്റെയും 15%-ൻ്റെയൊക്കെ അപ്പർ സർക്യൂട്ടുകൾ അടിച്ചിട്ട് സ്റ്റോക്കുകൾ ഓരോ ദിവസവും മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ദിവസത്തിലായിരിക്കും അവർ ആ സെക്ടറിനെ കുറിച്ച് കൂടുതൽ അലേർട്ട് ആവുന്നത്. ഇന്നൊരു സെക്ടറുണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്ക് പൊസിഷൻസ് എടുക്കണമെന്ന് ചിന്തിക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും. പക്ഷേ അപ്പോഴത്തേക്കും സ്റ്റോക്കുകൾ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ലാത്ത രീതിയിൽ ഓൾറെഡി തന്നെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റീറ്റെയിലേഴ്സ് പോയിട്ട് ആ സമയത്ത് അതൊരു 20% അപ്പർ സർക്യൂട്ടൊക്കെ അടിച്ച് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ അകത്ത് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴത്തേക്കും റീറ്റെയിലേഴ്സ് ഓബിയസ്ലി അതിൻ്റെ അകത്ത് എക്സിറ്റ് ആയി പോകുന്നതായിരിക്കും. തിരിച്ച് പിന്നീട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും, ചിലപ്പോൾ 2, 3, 4, 5 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് പിന്നെ അതിൻ്റെ ഒരു അപ്പ് മൊമെൻറ്റം തന്നെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പം ഈ രീതിയിലാണ് നോർമലി മാർക്കറ്റിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. റീറ്റെയിലേഴ്സ് ഇത് കാരണമാണ് പലപ്പോഴും പൈസ നഷ്ടപ്പെടുത്തുന്നത്. പക്ഷേ നമുക്ക് എങ്ങനെ ഒരു സെക്ടർ ഇതേ കണക്ക് ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്തെടുക്കാമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം തന്നെ നമ്മൾ ഈ സെക്ടറിൻ്റെ അകത്ത് ഇതിനു മുമ്പ് എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് സംസാരിച്ചു എന്നുള്ള ഫാക്ടേഴ്സ് ആദ്യം പറയാം. അതിനുശേഷം ഇപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സെക്ടേഴ്സിൻ്റെ അകത്തോട്ട് ഇപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് സംസാരിക്കാം. അത് നമ്മൾ ആദ്യം സംസാരിച്ച തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഇതിനെ സംസാരിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു കൊളീഷൻ ഗവൺമെൻറ് ഫോം ചെയ്തപ്പോഴായിരുന്നു. ഒരു കൊളീഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുമ്പോഴത്തേക്കും ഓബിയസ്ലി അടുത്ത് വരുന്ന ബജറ്റിലും കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള മെഷേഴ്സിലെല്ലാം തന്നെ ഒരു പോപ്പുലസ് ആയിട്ടുള്ള മെഷേഴ്സ്, അതായത് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗവൺമെൻറ് എവിടെയൊക്കെയാണോ വോട്ട് നഷ്ടപ്പെട്ടത് അവരുടെ വോട്ട് തിരിച്ച് പിടിക്കത്തക്ക രീതിയിലുള്ള തീരുമാനങ്ങൾ, പ്ലാനുകൾ, സ്കീമുകൾ ഒക്കെ ലോഞ്ച് ചെയ്യുമെന്നുള്ള ബേസിസിലാണ് നമ്മൾ FMCG, അതല്ലെങ്കിൽ റൂറൽ തീം, 2 വീലേഴ്സ്, ഇതുപോലുള്ള പല സ്റ്റോക്കുകൾ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിച്ചത്. ആൻഡ് ആ സ്റ്റോക്കുകൾ നമ്മൾ ആ സമയത്ത് എടുത്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അത് ഒന്നാമത്തെ ഒരു ഫണ്ടമെൻ്റൽ ബാക്കുള്ള ഒരു റീസൺ, എക്കണോമിക് കാര്യങ്ങൾ നോക്കിയിട്ട്, അതല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നോക്കിയിട്ട് അവിടെ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ എവിടെ ഫേവറബിൾ ആയിട്ട് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, ആ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആവണമെന്നുള്ള സിനാരിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില ആൾക്കാർ ചിന്തിച്ചത് നേരെ തിരിച്ചായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി ഗവൺമെൻറ് തന്നെ എഗെയിൻ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് റെയിൽവേക്കകത്തും അതല്ലെങ്കിൽ ഡിഫൻസിൻ്റെ അകത്തുമൊക്കെ ഇനി ഒരുപാട് റണ്ണപ്പുകൾ കാണും അടുത്ത ബജറ്റിൽ, അതിനെ കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അതിൻ്റെ അകത്ത് പൊസിഷൻ ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല. ഇവിടെ ഈ ഒരു ഫെർട്ടിലൈസർ തീമിൻ്റെ അകത്തോ അതല്ലെങ്കിൽ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ഈ തീമിൻ്റെ അകത്തൊക്കെ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോയും കൂടെ ഫേവറബിൾ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ അന്ന് അങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രാവർത്തികമാക്കുന്ന ഒരു സിനാരിയാണ് നമുക്കിപ്പം മാർക്കറ്റിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഫണ്ടമെൻ്റൽ റീസൺസ്. ഇനി ഫണ്ടമെൻ്റൽ റീസൺസ് അല്ലാതെ ഇപ്പോൾ ഇങ്ങനൊരു ലൈവായിട്ട് നമ്മൾ പോലും പല തീമുകളും നമ്മൾ പ്രതീക്ഷിക്കാതെ കയറിപ്പോയിട്ടുള്ള പല തീമുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രൈസിൻ്റെ അകത്ത് പെർഫോമൻസ് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമുക്ക് അതിൻ്റെ അകത്ത് നേരത്തെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഇന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വിചാരിക്കാത്ത ഒരുപാട് തീമുകളുണ്ടായിരിക്കാം. അവിടെ എല്ലാം നമ്മൾ പ്രൈസിൻ്റെ കൺഫർമേഷൻ കിട്ടി, സ്റ്റോക്ക് പ്രൈസ് ഇതേ കണക്ക് ഇപ്പോൾ ഫെർട്ടിലൈസർ തീമൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് കൺഫർമേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കൽ സ്ക്രീനേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ സ്റ്റോക്കുകളുടെ അകത്തൊക്കെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക പാറ്റേൺ ബിൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ സ്റ്റോക്കുകളൊക്കെ അവരുടെ വാച്ച് ലിസ്റ്റിൻ്റെ അകത്തോട്ട് ഓബിയസ്ലി വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് അത് ബ്രേക്ക് ഔട്ട് തന്ന സമയത്ത് അവർ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ബാക്കപ്പിലുള്ള അതേ കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ തന്നെ അവർ ഓബിയസ്ലി അതിൻ്റെ അകത്ത് പൊസിഷൻ എടുത്ത് പോകുന്നതായിരിക്കും, അവർക്കത് റൈഡ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. അത് ഒന്നാമത് ടെക്നിക്കലി കാര്യങ്ങളൊക്കെ സ്ക്രീൻ ചെയ്ത് എല്ലാ ദിവസവും സ്ക്രീനേഴ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കാം. അതല്ലാതെ ഫണ്ടമെൻ്റലി നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രൈസിൻ്റെ പെർഫോമൻസ് ചിലപ്പോൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും, പ്രൈസ് അത് മൂവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമായിരിക്കും പല സ്റ്റോക്കുകളിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. അപ്പം അങ്ങനെ വരാൻ നേരത്ത്
നമ്മളെന്ത് ചെയ്യുന്നു, നമ്മൾ ഇതുപോലുള്ള ഒരു തീമിനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക്, ഇതിപ്പോൾ ഞാൻ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ തീമിനെ മാത്രം വെച്ചാണ് സംസാരിക്കുന്നത്, ഇതല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇനിയും വേറെ ഏതെങ്കിലുമൊക്കെ തീം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈ സെയിം അപ്രോച്ച് തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ അപ്പാവാൻ നേരത്ത്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടർ മൊത്തത്തിൽ ബുള്ളിഷ് ആവാൻ നേരത്ത് അവിടെ നിങ്ങൾക്ക് ഈ സെയിം തിയറി തന്നെ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അകത്തോട്ട് വരിക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉള്ള ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ കമ്പനിയുടെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യം തന്നെ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീം, ഒരു എമർജിങ് തീം പ്ലേ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്കത് 3-4 വിധത്തിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതിയാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്വിംഗ് ട്രേഡ് എന്നുള്ള രീതിയിൽ നമുക്കത് പ്ലേ ചെയ്തു തരാം. അവിടെ നമ്മൾ ആ തീമിൻ്റെ എന്താ പറയുക, എത്ര കണ്ട വലിയ തീമാണ്, എത്ര നാൾ നീണ്ടു നിൽക്കാൻ പോകുന്ന തീമാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു ബാക്കപ്പ് ഉള്ള ഒരു തീമാണ്, എത്രമാത്രം അതിന് ഗവൺമെൻറ് സൈഡിൽ നിന്ന് സപ്പോർട്ടുണ്ട്, കമ്പനീസിൻ്റെ ഫണ്ടമെൻ്റൽസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ആ ഒരു ടെക്നിക്കൽസ് നോക്കി ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പൊസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അത്ര കണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കത്തില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ലോങ് ടൈം ഓറിയൻറ്റഡ് ആയിട്ട് ആ ഒരു തീമിനെ പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ, ലോങ് ടൈം ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ചിലപ്പോൾ 1 മന്ത് മുതൽ ഒരു 6 മന്ത് വരെയുള്ള ഒരു പീരീഡ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു 1 ഇയർ മുതൽ ഒരു 3 ഇയർ വരെയുള്ള ടൈം ഫ്രെയിം ഉണ്ടായിരിക്കും. ഈ രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റോക്കുകൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടും നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള അപ്രോച്ചുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലോട്ട് വരിക. നമ്മൾ ഫെർട്ടിലൈസർ കമ്പനികളുടെ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ കമ്പനിയുടെ പേരൊന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ എടുത്തേക്കുന്നത് ഫാക്ട് എന്ന് പറയുന്ന കമ്പനീൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്ക്രീനർ ഡോട്ട് ഇൻ്റെ വെബ്സൈറ്റാണ് തുറന്ന് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് സ്റ്റോക്കുകൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള പിയർ കമ്പാരിസൺസ് എടുക്കുക. ഓക്കെ, പിയർ കമ്പാരിസൺ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2-3 ടൈപ്പിലുള്ള സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുക. ഫാക്ട് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രൈസ് ടു സെയിൽസ് ഓൾറെഡി നിൽക്കുന്നത് 15ൻ്റെ അടുത്താണ്, അതായത് 15 ടൈംസിൻ്റെ അടുത്താണ് ഇവരുടെ പ്രൈസ് ടു സെയിൽസ് നിൽക്കുന്നത്. അതേസമയത്ത് ഇവരുടെ പ്രൈസ് ടു ബുക്ക് നിൽക്കുന്നത് 53ക്ക് അടുത്താണ് നിൽക്കുന്നത്. ഇനി ഇതേ സെയിം സ്റ്റോക്കിൻ്റെ നമ്മൾ ടെക്നിക്കൽസ് ഇവിടെ നോക്കുക. ഓക്കെ, ടെക്നിക്കൽസിലോട്ട് വരാൻ നേരത്ത് ഫാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫാറ്റ് ഹൈലി ബുള്ളിഷ് ആയിട്ട് മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്നിക്കലി റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല. ഇനി അതേ കണക്ക് തന്നെ നമ്മൾ ഫണ്ടമെൻറ്റൽസിൽ നോക്കുകയാണെങ്കിലും ഫണ്ടമെൻ്റലി നമുക്ക് ഇതിൻ്റെ അകത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല. കാരണം എത്രമാത്രം പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടെങ്കിൽ, എത്രമാത്രം ഏർണിങ്സ് പോസിറ്റീവായിട്ട് വന്നാലും വാല്യുവേഷൻസ് കൂടെ കുറഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് അപ്സൈഡ് കിട്ടത്തുള്ളൂ. അതല്ല, ഇപ്പോൾ ഈ ഫാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണ്, അടുത്ത വർഷം ഇവരുടെ സെയിൽസ് ഡബിൾ ആയാൽ പോലും, അവർക്ക് സെയിൽസ് ഡബിൾ ആയാൽ പോലും, ഈവൻ ഏർണിങ്സ് ഡബിൾ ആയാൽ പോലും, ഏർണിങ്സ് ട്രിപ്പിൾ ആയാൽ പോലും, അപ്പോഴും ഇവരുടെ വാല്യുവേഷൻസ് എന്ന് പറയുന്നത് സ്റ്റിൽ ഹൈയിൽ തന്നെ ആയിരിക്കാം, ഹൈ ആയിട്ടുള്ള വാല്യുവേഷൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഒരു സ്റ്റോക്ക് പോസിറ്റീവ് മൊമെൻറ്റത്തിലോട്ട് വന്നതിന് ശേഷം, അതായത് അവരൊരു എമർജിങ് തീമിൽ വന്നതിന് ശേഷം അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫ്രഷ് പൊസിഷൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ എൻട്രി വാല്യുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ എടുക്കാൻ നേരത്ത് ആ കമ്പനിയുടെ അപ്പോഴുള്ള വാല്യുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വളരെ ഹൈ വാല്യുവേഷനിലാണ് പോയി എൻട്രി എടുക്കുന്നതെങ്കിൽ ഇനി ഈ സ്റ്റോക്ക് മേലിലോട്ട് എത്ര കണ്ട് റീറേറ്റ് ചെയ്യപ്പെടാമെന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് ഓൾറെഡി തന്നെ പ്രൈസ് ടു സെയിൽസ് 15ലാണ് നിൽക്കുന്നത്, ഇത് പ്രൈസ് ടു സെയിൽസ് 30ലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അത്ര കണ്ട് പോസിബിലിറ്റി അതിന് കുറവാണ്. കാരണം ഭയങ്കരമായിട്ട് വലിയ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം, ഗവൺമെൻറ് സൈഡിൽ നിന്ന് അത്ര കണ്ട് നല്ല പുഷസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇത് എന്താ പറയുക 30 ടൈംസ് പ്രൈസ് ടു സെയിൽസിലോട്ട് പോകും. 30 ടൈംസ് പ്രൈസ് ടു സെയിൽസിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് അപ്പോൾ എത്രയിലോട്ട് എത്തും? ഇത് ഓൾറെഡി തന്നെ 53ൽ നിൽക്കുകയാണ്. ഡബിളിലോട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈസ് ടു ബുക്ക് ഓൾമോസ്റ്റ് 100ൻ്റെ അടുപ്പിച്ച് എത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ 100ൻ്റെ മേലിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അത്ര കണ്ടൊക്കെ സ്റ്റോക്ക് റീറേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു സിനാരിയോ ആണ്. അത് എസ്പെഷ്യലി ഫെർട്ടിലൈസർ പോലെ സൈക്ലിക്കലായിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടെ. ഇനി ഇതിൻ്റെ ലോങ് ടൈം ആവറേജ് എത്രയാണ് ഇവർക്ക് മാർക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന പ്രൈസ് ടു സെയിൽസിൻ്റെ വാല്യുവേഷൻ നോക്കുക. ലോങ് ടൈമിൽ ഈ കമ്പനി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 1 ആണ്. ഓക്കെ, 1ൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ 15ലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 14.5ൻ്റെ അടുപ്പിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഓൾറെഡി തന്നെ ഇത് ഹൈലി ഓവർ വാല്യൂഡാണ്. ഈ ഹൈലി ഓവർ വാല്യൂഡ് സ്റ്റോക്കുകളായിരിക്കും നമ്മൾ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, ഇത് പോയിട്ട് മേടിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് മൊമെൻറ്റം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങി വരുന്നതോ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് തന്നെ ഡീറേറ്റ് ചെയ്യപ്പെട്ട് താഴോട്ട് ഇടിഞ്ഞ് വരുന്നതോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ അകത്ത് നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതല്ലാതെ പിന്നെ മാർക്കറ്റിൻ്റെ അകത്തുള്ള മറ്റൊരു ടൈപ്പിലുള്ള തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ടൈപ്പിലുള്ള പ്ലേ എന്ന് പറയുന്നത് ഈ നാഷണൽ ഫെർട്ടിലൈസർ പോലെയുള്ള സ്റ്റോക്കാണ്. ഇതിൻ്റെ അകത്ത് പ്രൈസ് ടു സെയിൽസ് നോക്കാം. പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത് 0.3 ആണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 0.3 നിൽക്കുന്ന പ്രൈസ് ടു സെയിൽസ് ഉള്ള ഈ നാഷണൽ ഫെർട്ടിലൈസർ പോലുള്ള കമ്പനിയിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാർക്കറ്റിൻ്റെ അകത്തൊരു ഹൈലി പോസിറ്റിവിറ്റി ഏതെങ്കിലും ഒരു തീമിൻ്റെ അകത്ത് സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചിടത്തോളം ഇവിടെ ഫെർട്ടിലൈസർ തീമിൻ്റെ അകത്ത് അങ്ങനെ ഒരു പോസിറ്റീവ് മൊമെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ നാഷണൽ ഫെർട്ടിലൈസർ എന്ന സ്റ്റോക്ക് ഇതിൻ്റെ ഡബിൾ ലോട്ട്, അതായത് 0.6 ചിലപ്പോൾ അവരുടെ റീറേറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, അവരുടെ എന്താ പറയുക പ്രൈസ് ടു സെയിൽസ് റീറേറ്റ് ചെയ്യപ്പെടാം.
അതിൻ്റെ കൂട്ടത്തിൽ ഈ പോസിറ്റീവ് മൊമെൻറ്റം എന്താ പറയുക പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ, കമ്പനീസ് നല്ല രീതിയിലുള്ള ഏണിങ്സ് കൂടെ കൊണ്ടുവരണം. ഏണിങ്സ് കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏണിങ്സ് കൊണ്ടുവന്നാൽ പോലും നാഷണൽ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള ഇതുപോലുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഈ വളരെ ചീപ്പായിട്ടുള്ള വാല്യുവേഷനാണ് ഈ 0.3 എന്ന് പറയുന്നത്. ഇനി അതായത് മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് അല്ലെങ്കിൽ പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്ന റേഷ്യോയുടെ ബേസിലാണ് പറയുന്നത്. 0.3 എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള വാല്യുവേഷനാണ്. ഈ ചീപ്പായിട്ടുള്ള വാല്യുവേഷനിൽ നിന്ന് 0.6 എന്ന് പറയുന്നതും അവിടെയും ചീപ്പായിട്ടുള്ള വാല്യുവേഷൻ തന്നെയാണ് സ്റ്റിൽ നിൽക്കാൻ പോകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ആണ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പറയുന്ന ഈ ഒരു തിയറി എന്ന് പറയുന്നത് എന്താണ്, വാല്യുവേഷനിൽ വരുന്ന റീറേറ്റിംഗ് കാരണം നമുക്ക് സ്റ്റോക്കുകളിൽ അപ്സൈഡ് ഉണ്ടാക്കാൻ പറ്റും. അതും ഫെർട്ടിലൈസർ പോലെ സൈക്ലിക്കൽ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ. ഓക്കെ, സൈക്ലിക്കൽ അല്ലാത്ത സ്റ്റോക്കുകളിലാണ് ഇതേ കണക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം വരുന്നതെങ്കിൽ അവിടെ നമ്മൾ വാല്യുവേഷനിലുള്ള റീറേറ്റിങ്ങിനല്ല കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏണിങ്സിൽ വരുന്ന ഗ്രോത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കമ്പനി ഇന്ന രീതിയിൽ ക്യാപെക്സ് ചെയ്തിട്ടുണ്ട്, ഇത് ഇത്രമാത്രം മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ബിസിനസ്സാണ്, ഇവരുടെ ഏണിങ്സ് ഇത്ര കണ്ട് വരുമായിരിക്കും, പ്രൊമോട്ടർ ഇന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ഇതിനെയൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു സൈക്ലിക്കൽ സ്റ്റോക്കിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും, അതായത് ഫെർട്ടിലൈസർ പോലെ സൈക്ലിക്കൽ സ്റ്റോക്കിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ ഫെർട്ടിലൈസറാണ് സൂപ്പർ, എല്ലാ കർഷകരും ഇവരുടെ ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഫെർട്ടിലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 മാങ്ങ കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിലുള്ള തിയറി അല്ല ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇവിടെ എല്ലാ ഏകദേശം ഒരു സെക്ടർ പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും എല്ലാ കമ്പനീസും നല്ല നല്ല റിസൾട്ടുകൾ കൊണ്ടുവന്ന് തുടങ്ങുമ്പോഴത്തേക്കും വാല്യുവേഷൻസ് കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വാല്യുവേഷൻ റീറൈറ്റിങ്ങിനുള്ള ചാൻസ് നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അവിടെയും നമ്മൾ ഓർക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം ടെക്നിക്കലൂടെ നോക്കുക. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എക്സ്പ്ലെയിൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കണ്ടുവെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കാണുമ്പോഴത്തേക്ക് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ രീതിയിൽ റിട്ടേൺസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലേ ആയിട്ട് തോന്നിയത് ഈ പരദി ഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. വളരെ നല്ലൊരു പാറ്റേൺ ആണ് സ്റ്റോക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഒന്ന് ട്രേഡിംഗ് വ്യൂയിലൂടെ നമുക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, പരദി ഫോസ്ഫേറ്റ്സ് ഇവരുടെ പാറ്റേൺ നോക്കുക. ആ പാറ്റേണിൻ്റെ ബ്യൂട്ടി കാണുമ്പോൾ തന്നെ അറിയാം സ്റ്റോക്കിൻ്റെ അകത്ത് അത്യാവശ്യം പവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. സ്റ്റോക്കിൻ്റെ ആ ഒരു പാറ്റേൺ നോക്കുക. ഒരു ഐ പി ഒ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മേലിലോട്ട് സ്റ്റോക്ക് വന്നതിന് ശേഷം സ്റ്റോക്ക് ഇത്രയും നാൾ എന്തിലായിരുന്നു, ഇത്രയും നാൾ ഒരു പ്രൈമറി ബേസിൻ്റെ ക്രിയേഷനിലായിരുന്നു. ആ പ്രൈമറി ബേസിൻ്റെ ബ്രേക്ക് ഔട്ടാണ് നമുക്ക് സ്റ്റോക്കിൻ്റെ അകത്ത് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ കണക്കുള്ള പ്ലേകളായിരിക്കും ഇതിൻ്റെ അകത്ത് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ റീസൺസ് വെച്ചിട്ട് ഒന്നും അല്ല പറയുന്നത്, ജസ്റ്റ് അവരുടെ ചാർട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. ചില സ്റ്റോക്കുകൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ചാർട്ട് കാണുമ്പോഴത്തേക്കും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ചാർട്ടായിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. എന്ന് കരുതിയിട്ട് എല്ലാ പ്രാവശ്യം 100% ഷുവറായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം തന്നെ സ്റ്റോപ്പ് ലൂസുകൾ വെക്കേണ്ടി വരും. ഇതെല്ലാം തന്നെ ജസ്റ്റ് ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പരദീപ് ഫോസ്ഫേറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന ഒരുപാടധികം സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിയർ കമ്പാരിസൺ എന്ന് പറയുന്ന സെക്ടറിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും ആ സെക്ടറിൻ്റെ അകത്ത് വരുന്ന ഒരുപാടധികം കമ്പനികളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തെല്ലാം തന്നെ നമ്മൾ ഇതിന് മുമ്പ് പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രൈറ്റീരിയാസ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ്? വളരെ വലിയ മൾട്ടിബാഗർ റിട്ടേൺസ് തന്ന സ്റ്റോക്കുകളാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് സൈക്ലിക്കൽ തീം കവർ ചെയ്ത സമയത്ത്, അതായത് ഓട്ടോ ആൻസിലറി കവർ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ചധികം തിയറീസ് ഉണ്ടായിരുന്നു. ഈ സൈക്ലിക്കലിൽ തന്നെ 2 ടൈപ്പ് സൈക്ലിക്കലുണ്ട്. ഹെവി ആയിട്ട് ROCയിൽ ഡിക്രീസ് വരുന്ന ടൈപ്പ് കമ്പനീസ് ആണെങ്കിൽ അവർ പ്യൂർ സൈക്ലിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. പ്യൂർ സൈക്ലിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും 1 സെക്കൻഡ്, ഞാനിതെല്ലാം പല വീഡിയോസിലായിട്ട് പല കാര്യങ്ങൾ കവർ ചെയ്ത് പോയിട്ടുള്ളതുകൊണ്ടാണ് എല്ലാം എഗൈൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയാത്ത, ഒന്നും അതുകൊണ്ട് വിചാരിക്കരുത്. 1 സെക്കൻഡ്. പ്യൂർ സൈക്ലിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേ രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ മൊമെൻറ്റം പോകുന്നത്. ഓക്കെ, അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ മേലോട്ട് പോകും, തിരിച്ച് താഴോട്ട് വരും, തിരിച്ച് മേലോട്ട് പോകും, ഈ രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ROCയിൽ വലിയ രീതിയിൽ ബീറ്റ് വരാത്ത ടൈപ്പ് സ്റ്റോക്കുകളാണെങ്കിൽ അതിൻ്റെ സൈക്ലിക്കാലിറ്റി എങ്ങനെയായിരിക്കും? അത് അപ്പ് ട്രെൻഡ് പോകും, തിരിച്ച് ഡൗൺ അടിക്കുമ്പോഴത്തേക്കും കുറച്ച് താഴോട്ട് വരും, പിന്നെ അത് അപ്പ് പോവും, പിന്നെയും ഡൗൺ വരും, പിന്നെ അപ്പ് പോവും, ഈ രീതിയിൽ അത് മേലോട്ട് ലോങ് ടേം ചാർട്ട് നോക്കാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മേലോട്ട് പോകുന്ന ചാർട്ടുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള സ്റ്റോക്കുകളുടെ തന്നെ ഒന്ന് ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ കൊറോമൻഡലിൻ്റെ ചാർട്ട് നോക്കാം. ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർട്ട് അപ്പ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയിലിടയിൽ സ്റ്റോക്ക് ഹിറ്റ് എടുക്കുന്നതുമായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, പക്ഷേ അതൊരു സൈക്ലിക്കാലിറ്റി നേച്ചറുള്ള ബിസിനസ് ആയതുകൊണ്ട് ഇടയിലിടയിൽ ഹിറ്റ് എടുക്കുന്നതായിരിക്കും.
ഓക്കെ. ഇനി അതേ സമയത്ത് നമ്മൾ ഈ നാഷണൽ ഫെർട്ടിലൈസർ നോക്കുക. ഇത് വളരെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു സൈക്ലിക്കൽ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് സൈഡ് വേസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് വ്യത്യാസം. രണ്ട് ടൈപ്പ് സൈക്ലിക്കൽ പ്ലേസ് നമുക്ക് ഉണ്ടായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ആർ ഒ സിയിൽ വലിയ ബീറ്റ് എടുക്കാത്ത ടൈപ്പ് സ്റ്റോക്കുകളും, ഒന്ന് ആർ ഒ സിയിൽ ഹെവി ആയിട്ട് ബീറ്റ് എടുക്കുന്ന ടൈപ്പ് സ്റ്റോക്കുകളായിരിക്കും. അങ്ങനെ ഹിറ്റ് എടുക്കുന്ന ടൈപ്പ് സ്റ്റോക്കുകളാണെങ്കിൽ ഇങ്ങനെ സൈഡ് വേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഹിറ്റ് എടുക്കാത്ത ടൈപ്പ് സ്റ്റോക്കുകളാണെങ്കിൽ അത് ലോങ് ടേം ചാർട്ട് നമ്മൾ നോക്കാൻ നേരത്ത് അപ് ട്രെൻഡിലായിരിക്കും. ഇടയിലിടയിൽ അതിൻ്റെ ബാഡ് സൈക്കിൾസ് വരാൻ നേരത്ത്, അതിൻ്റെ മോശ സമയങ്ങൾ വരാൻ നേരത്ത് നല്ലൊരു സ്റ്റോക്ക് ഡൗൺ ആവുമെന്നുള്ളൂ. തിരിച്ച് കയറുമ്പോഴത്തേക്കും ഇടിഞ്ഞതിനെക്കാട്ടും മേലോട്ട് അത് സ്റ്റോക്ക് കയറി പോവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് സ്റ്റോക്കുകളാണ് എടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ ലോങ് ടേമിലും പെർഫോം ചെയ്യാൻ ടൈപ്പിലുള്ള സ്റ്റോക്കുകളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ബിസിനസ്സിലോട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതല്ലാതെ ഈ നാഷണൽ ഫെർട്ടിലൈസർ പോലുള്ള സ്റ്റോക്ക് എടുത്ത് ഇതിൻ്റെ അകത്തൊരു വാല്യൂഷൻ അപ്സൈഡ് മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പൊസിഷൻ ബിൽഡ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഞാൻ ലോങ് ടൈം ആണ്, ഞാൻ ഇത് 10 വർഷം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊസിഷൻസ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒബിയസ്ലി നമ്മുടെ ക്യാപിറ്റൽ തന്നെ ലൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ടെക്നിക്കൽ നോക്കിയിട്ട് നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. രണ്ടാമത് നമുക്ക് വാല്യൂഷൻ നോക്കിയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. അതിൻ്റെ മൂന്നാമത്തതാണ് ഏർണിങ്സ് പൊട്ടൻഷ്യൽ നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേമിൽ അപ് ട്രെൻഡിലുള്ള ചാർട്ടുള്ള ടൈപ്പ് ബിസിനസ്സുകളിൽ നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. പക്ഷേ ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ടെക്നിക്കലി ഫേവറബിൾ ആയിട്ടുള്ള റിസ്ക് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ മാത്രമേ നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് 20% അപ്പായതിനു ശേഷം നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിട്ടുള്ള പരദീപ് ഫോസ്ഫേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് റിസ്ക് റേഷ്യോ ഫേവറബിൾ അല്ല. ഇന്നത്തെ ക്യാൻഡിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ അത് ഡൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ താഴോട്ട് വന്നൊരു 80 അടുപ്പിച്ചോ 82 അടുപ്പിച്ചൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പൊസിഷൻസ് പതുക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി അതെല്ലാം മറ്റൊരു സ്റ്റോക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോവ അഗ്രിടെക് ആണ്. 1 സെക്കൻഡ്. നോവ അഗ്രിടെക് ലിമിറ്റഡ്. നോവ അഗ്രിടെക് ലിമിറ്റഡിനെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു ലോ ചീറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു ചീറ്റിൻ്റെ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ചീറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തൊരു 30-40% പൊസിഷൻസ് ബിൽഡ് ചെയ്യാവുന്നതാണ്. ചീറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 68 റുപ്പീസിന് അടുപ്പിച്ചാണ് ചീറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് വരുന്നത്. അതിൻ്റെ മേലോട്ട് കിട്ടാൻ നേരത്ത് നമുക്കൊരു 30-40% പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റോക്ക് മേലോട്ട് പോയിട്ട് 74 മേലോട്ട് പോകാൻ നേരത്ത് നമുക്ക് പിന്നെയും ഒരു 30-40% ബിൽഡ് ചെയ്യാം. 78 മേലോട്ട് ക്ലോസിംഗ് കിട്ടാൻ നേരത്ത് ബാക്കി പൊസിഷൻസ് ഇവിടെ ബിൽഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ടെക്നിക്കലി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പിക്കുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് സംസാരിക്കാൻ ഉണ്ടായിരുന്ന ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിനെ വെച്ചിട്ട്. ഇത് ഈ ഒരു സെക്ടറിൽ മാത്രമല്ല, നമുക്ക് ഫണ്ടമെൻ്റലി എന്താ പറയുക, നമുക്ക് ഇത് കണക്ക് എമർജിങ് തീമായിട്ട് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ, ഏതെങ്കിലുമൊക്കെ തീമുകൾ, അല്ലെങ്കിലൊക്കെ സെക്ടേഴ്സ് ബുള്ളിഷായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്ന്, നമുക്ക് ടെക്നിക്കലി ഓൾറെഡി നമുക്ക് അതിൻ്റെ അകത്ത് പൊസിഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടെക്നിക്കലി നമ്മുടെ സ്ക്രീനിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ ഈ തിയറീസ് ഒന്നും തന്നെ അറിയാതെ അതിൻ്റെ അകത്ത് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് സ്റ്റോക്കുകൾ നമ്മൾ അപ്പായതിനു ശേഷം പിന്നീട് ആ സെക്ടറിൻ്റെ അകത്തുള്ള ഇതേ കണക്ക് സ്റ്റോക്കുകളുടെ എല്ലാം ലിസ്റ്റ് തുറന്നു വെച്ചിട്ട് ഓരോരോ സ്റ്റോക്കുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം. എവിടെയാണ് നമുക്ക് വാല്യൂഷൻ കംഫർട്ട് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് വാല്യൂഷൻ്റെ അകത്ത് അപ്സൈഡിൻ്റെ പൊട്ടൻഷ്യൽ ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കി ഏതെങ്കിലുമൊക്കെ പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് പിന്നീട് ടെക്നിക്കലി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇത് വരാൻ നേരത്ത് നമുക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. ഇനി അതല്ല, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏർണിങ്സ് പൊട്ടൻഷ്യലുള്ള ടൈപ്പ് ബിസിനസ്സുകൾ ചൂസ് ചെയ്യാം. ഏർണിങ്സ് പൊട്ടൻഷ്യലുള്ള ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നമ്മൾ ധർമ്മജ് ക്രോപ്പ് എന്ന് പറയുന്ന ബിസിനസ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ സംസാരിക്കാത്ത. ഏർണിങ്സ് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് ഞാൻ അതിനെയാണ് കാണുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഴ്സിനെ മാത്രമാണ് സംസാരിച്ചത്. ഇനി അതല്ലാതെ അഗ്രി തീമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറെയും ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ അഗ്രോ കെമിക്കൽസിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഭാരത് രസായൻ, ശാരദ കോർപ്പറേഷൻ, അതല്ലെങ്കിൽ ധാനുക അഗ്രിടെക്, സുമിറ്റോമ കെമിക്കൽസ്, ഇതുപോലെയുള്ള ഒരുപാട് കെമിക്കൽ സൈഡിലുള്ള ഫോർമുലേഷൻ ബിസിനസ്സുകളൂടെ ഉണ്ട്. ഇതിൽ ഭാരത് രസായൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ടമെൻ്റലി നല്ല കമ്പനീസാണ്. ലോങ് ടേമിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, ഹൈ ROC തന്നെ ക്ലെയിം ചെയ്ത് പോകുന്ന ടൈപ്പ് സൈക്ലിക്കൽ ബിസിനസ്സുകളാണ് ഭാരത് രസായൻ പോലെയുള്ള. ഇടയ്ക്കിടയ്ക്ക് ഹിറ്റ് എടുക്കുന്നു, അതിൻ്റെ ഒരു ഹിറ്റിൻ്റെ ടൈം കഴിഞ്ഞ് അടുത്ത അപ്സൈഡിൻ്റെ ടൈം വന്നപ്പോഴത്തേക്കും സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതേ കണക്കുള്ള ഒരുപാട് തീമുകൾ നമുക്ക് അഗ്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അതെല്ലാം തന്നെ, അല്ലെങ്കിൽ വേറെ ഏത് തീം കിട്ടിയാലും സൈക്ലിക്കൽ തീം ആണെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം തന്നെ ഈ തിയറീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടും എന്തൊക്കെ ക്വയറീസ് ഉണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ഇടുന്ന എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാവർക്കുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ വഴിയിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.